എല്ലാവർക്കും നമസ്കാരം. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ എന്ന സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് 12ാമത്തെ ക്ലാസ്സാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ പാറ്റേൺ ചോദ്യങ്ങളെ ഫെമിലറൈസ് ചെയ്യുക എന്നൊരു ഒബ്ജക്റ്റീവോട് കൂടിയാണ് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ എന്ന ഈ സെഷൻ നമ്മൾ നടത്തുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നോക്കാം. ഫിനാൻസ് കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്നാണ് ആദ്യത്തെ ചോദ്യം. സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്നാണ് ആദ്യത്തെ ചോദ്യം. 2, MP ലാറ്റ് സ്കീം ഒരു സെൻട്രൽ സെക്ടർ സ്കീമാണ്. MP ലാറ്റ്സ് എന്ന് പറയുന്നത് മെമ്പർ ഓഫ് പാർലമെൻറ്റ് ലോക്കൽ ഏരിയ ഡെവലപ്മെൻറ്റ് സ്കീം എന്ന സ്കീമാണ്. അത് സെൻട്രൽ സെക്ടർ സ്കീമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3, PM സ്വാനിധി സ്കീം ഒരു സെൻട്രൽ സെക്ടർ സ്കീമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും സെൻട്രൽ സെക്ടർ എന്ന ടേമുമായി ബന്ധപ്പെട്ടിട്ടാണ് രണ്ട് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻ ലെങ്ത് ഡിസ്കസ് ചെയ്യാം. 4, PMJJBY എന്ന സ്കീമിൻ്റെ പുതിയ പ്രീമിയം നിരക്ക് 330 രൂപയാണ്. PMJJBY എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജനയാണ്. അത് എത്രയാണ് പ്രീമിയം എന്നുള്ളത് നമ്മൾ ഓർത്ത് വെക്കണം. 330 എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ. 5, ആർട്ടിക്കിൾ 108 സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 108 ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ദ പാർലമെൻറ്റ്. അങ്ങനെയാണോ എന്നുള്ളത് അനലൈസ് ചെയ്യലാണ് നമ്മുടെ ഡ്യൂട്ടി. 6, ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആയിരുന്നു, മൗലിക കർത്തവ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 7, ഇംപീച്ച്മെൻറ്റ് നേരിട്ട ആദ്യ സുപ്രീം കോടതി ജഡ്ജി V. രാമസ്വാമിയാണ്. ഇംപീച്ച്മെൻ്റ് എന്ന് പറയുന്നത് ജഡ്ജിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന ആ പ്രൊസീജിയറിൻ്റെ പേരാണ്. 8, നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് കുറഞ്ഞത് 30 വയസ്സാകണം. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നു. അതായത് മിനിമം ഏജ് റിക്വയർമെൻറ്റ് 30 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിയമസഭയാണ്. 9, ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ പ്രദേശങ്ങളെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ടാണ് 99ാം ഭേദഗതി. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ പ്രദേശങ്ങളെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ടാണ് 99ാം ഭേദഗതി എന്ന് പറയുന്നു. 99th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഇന്ത്യ ബംഗ്ലാദേശിലെ കോൺക്ലേവ്സിനെ ഷെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10, അറ്റോർണി ജനറൽ എന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമോദ്യോഗസ്ഥനാണ്. അറ്റോർണി ജനറൽ ഈസ് ദ ഹയസ്റ്റ് ലോ ഓഫീസർ ഓഫ് ദ കൺട്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ? അത് അനലൈസ് ചെയ്യാം നമുക്ക് ആദ്യം മുതൽ ഓരോന്നായിട്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഫിനാൻസ് കമ്മീഷൻ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ? അല്ല. ഫിനാൻസ് കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ആർട്ടിക്കിൾ 280 ആണ് ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ഏതൊരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഏതൊരു ബോഡിയാണെങ്കിലും അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയും ഒരു നിയമം വഴി സ്ഥാപിതമായാൽ അത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അത് ക്ലിയർ അല്ലേ? 2, MP ലാറ്റ് സ്കീം മെമ്പർ ഓഫ് പാർലമെൻറ്റ് ലോക്കൽ ഏരിയ ഡെവലപ്മെൻറ്റ് സ്കീം ഒരു സെൻട്രൽ സെക്ടർ സ്കീമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണ്. സെൻട്രൽ സെക്ടർ സ്കീം എന്ന് പറയുന്നത് സെൻട്രൽ സെക്ടർ എന്ന് പറയുന്നത് ഫുള്ളി സ്പോൺസേഡ് ബൈ സെൻറ്റർ. പൈസ മുഴുവൻ മുടക്കുന്ന സെൻറ്ററാണ്. അതാണ് സെൻട്രൽ സെക്ടർ. അല്ലാത്തത് സെൻട്രലി സ്പോൺസേഡ് ആണ്. പകുതിയും എന്താണ്, ഒരു അനുപാതത്തിൽ സ്റ്റേറ്റ്സുമായി ബന്ധപ്പെട്ട് അവർ സ്റ്റേറ്റ്സും സെൻറ്ററും കൂടെ ചിലവാക്കുന്നതാണ് മറ്റ് സ്കീമുകൾ. ഇത് സെൻട്രൽ സെക്ടറാണ്. അതായത് പൈസ മുഴുവനായി മുടക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. PM സ്വാനിധി സ്കീം ഒരു സെൻട്രൽ സെക്ടർ സ്കീമാണ്. PM സ്വാനിധി എന്ന് പറയുന്നത് സ്ട്രീറ്റ് വെൻഡേഴ്സിന് അവർക്ക് ഒരു തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഒരു പുതിയ കാര്യങ്ങൾ തുടങ്ങാനും അതിന് പൈസ കൊടുക്കുന്ന 10,000 രൂപ വരെ ഫിനാൻസ് കൊടുക്കുന്ന ഒരു ലോൺ പദ്ധതിയാണ് PM സ്വാനിധി എന്ന് പറയുന്നത്. അതൊരു സെൻട്രൽ സെക്ടർ സ്കീമാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. 4, PMJJBY എന്ന സ്കീമിൻ്റെ പുതിയ പ്രീമിയം നിരക്ക് നമുക്ക് ഡെബിറ്റ് ചെയ്യുന്നത് കൊണ്ട് മനസ്സിലാവുന്നുണ്ടാവും. 436 പുതിയ നിരക്ക്, 330 പഴയ നിരക്ക്. ഓക്കെ. 5, ആർട്ടിക്കിൾ 108 സംയുക്ത സമ്മേളനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. 108 ശരിയാണ്, 108. 6ാമത്തെ ചോദ്യം, ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 11 മൗലിക കർത്തവ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതൊരു കൺഫ്യൂഷനാണ്. 11 ഉണ്ടല്ലോ 10 അല്ലേ എന്ന്. പക്ഷേ ശരിക്കും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസേ ഉണ്ടായിരുന്നില്ല അല്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നില്ല. അത് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇംപീച്ച്മെൻറ്റ് നേരിട്ട സുപ്രീം കോടതി ജഡ്ജി V. രാമസ്വാമിയാണ്. അത് ശരിയാണ്. 8ാമത്തെ ചോദ്യം, നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് കുറഞ്ഞത് 25 വയസ്സാണ്. 25 വയസ്സായിരിക്കണം എന്നാണ് നിയമസഭ. 8 തെറ്റാണ്. 9, ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ പ്രദേശങ്ങളെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ടാണ് 99ാമത്തെ ഭേദഗതി. 99ാമത്തെ ഭേദഗതി അതാണോ? അല്ല. ഇത് 100ാമത്തെ ഭേദഗതിയാണ്. ഇന്ത്യ ബംഗ്ലാദേശുമായിട്ടുള്ള അതിർത്തി പ്രദേശങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് 100ാമത്തെ ഭേദഗതിയാണ്. 99ാമത്തേത് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭേദഗതിയാണ്, NJAC. 10, അറ്റോർണി ജനറൽ
എന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമ ഉദ്യോഗസ്ഥനാണ്. ആണോ? ആർട്ടിക്കിൾ 76 പറഞ്ഞിരിക്കുന്ന അറ്റോർണി ജനറൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമ ഉദ്യോഗസ്ഥൻ തന്നെയാണ്. ശരിയാണ്. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇന്ന് പൊതുവിലും സിമ്പിളായിട്ടുള്ള ചോദ്യമായിരുന്നു, അതുകൊണ്ട് 7 ഇന്നത്തെ കട്ട് ഓഫ്.